അയ്യോ, ഇന്നത്തെ നമ്മുടെ സ്റ്റോറി നടക്കുന്നത് 1989 വീൽഷെയറിലെ ഓഹിയോ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. റോജർ ഫാമിലി ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു കഥയാണ്. കഥയല്ല, യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണെന്ന് മാത്രമല്ല, നിങ്ങൾ ഈ ഒരു കഥ മുമ്പോട്ട് കാണണമെന്ന് ഞാൻ പറയില്ല. ഇത് യഥാർത്ഥ കഥയാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ഇത് വളരെ ഡിസ്ട്രസിംഗ് ആയിട്ടുള്ള ഒരു കണ്ടന്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുടർന്ന് കാണണമോ വേണ്ടയോ എന്ന് നിങ്ങൾക്ക് തീരുമാനിക്കും. കാരണം ഇത് ഈ ഒരു കഥ കഴിയുമ്പോഴത്തേക്കും കേട്ട് കഴിയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിന് താനെ അതൊന്നിലപ്പുറം ഉള്ളൊരു സംഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തുറന്ന് കാണണം വേണ്ടി തീരുമാനിക്കും. ഇത് 1989 റോജർ ഫാമിലി നടന്നൊരു സംഭവമാണ്. ഈ ഓഹിയോ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലത്ത് വളരെ ചെറിയ ടൗണാണ്. ഏകദേശം 600 പേരാണ് ആ ഒരു ടൈമിൽ 1989 അവിടെ താമസിച്ചിരുന്നത്. അപ്പോൾ ഒരു ചെറിയൊരു കുടുംബമാർക്ക് വേണമെങ്കിൽ പറയാം. പണ്ടത്തെ ഇവിടെ നാട്ടുമ്പുറം പോലൊരു സെറ്റപ്പൊക്കെയാണ്. അവിടെ തമ്മിൽ ആളുകൾക്കറിയാം, അടുത്ത് താമസിക്കുന്ന ആരാണെന്ന് അവർക്കറിയാം. അങ്ങനെ ഒരു സെറ്റപ്പാണ്. ചെറിയൊരു ടൗണാണ്. തോന്നി ഫാക്ടറി വർക്കേഴ്സാണ്, പിന്നെ കർഷകരുണ്ട്. ബാക്കിയുള്ള ആളുകളെന്ന് പറയുമ്പോൾ അവിടെ അടുത്തുള്ള ചെറിയ ചെറിയ ഒരു ബിസിനസ് സ്ഥാപനങ്ങളുണ്ടല്ലോ, ചെറിയ വ്യവസായിക സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ തമ്മിൽ ആളുകൾക്കൊക്കെ അറിയാം. ഇവിടെ ഉള്ള ഒരു ചെറിയ ഫാമിലിയാണ് റോജർ ഫാമിലി എന്ന് പറയുന്നത്. ഹാൽ റോജർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ വൈഫ് ജോൻ എന്നാണ്, ആളിൽ ജോ എന്ന് വിളിക്കും. പിന്നെ അവരുടെ 2 മക്കൾ, മിഷേലും ഉണ്ട്, ക്രിസ്റ്റിയും ഉണ്ട്. അപ്പോൾ ഈ 4 പേരുടെയാണ് ചെറിയൊരു കുടുംബം. ഹാലും ജോവനും ഇവർ ഹൈസ്കൂളിൽ വെച്ച് പരിചയപ്പെടുന്നതാണ്. ആ സമയം തൊട്ടുള്ള ഒരു ബന്ധമാണ്. ഹാൽ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് റിസർവ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ജോവൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ളൊരു ആളായിരുന്നു ജോവൻ എന്ന് പറയുന്നത്. ആ സ്കൂളിൽ എല്ലാവർക്കും അറിയാം, വളരെ ആക്റ്റീവാണ്. അങ്ങനെ ഒരു ക്യാരക്ടറാണ് ജോവൻ. മറ്റേ ആളാണെന്നുണ്ടെങ്കിൽ നേരെ ഓപ്പോസിറ്റ്. ഇവരുടെ പേഴ്സണാലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് ധ്രുവങ്ങളിലാണ്. ഇപ്പോൾ ജോവൻ ആണെങ്കിൽ വളരെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ആളാണ്, മറ്റേ ആളാണെങ്കിൽ റിസർവ്ഡ് ആയിട്ടുള്ള ആളാണ്. പക്ഷേ ഇതൊന്നും അവരുടെ റിലേഷൻഷിപ്പിനെ ബാധിച്ചില്ല എന്നുള്ളതാണ്. അങ്ങനെ ഏകദേശം ഹൈസ്കൂളൊക്കെ കഴിഞ്ഞ സമയത്ത്, എല്ലാം കഴിഞ്ഞ് ഗ്രാജുവേഷൻ ആ ടൈം കഴിയുമ്പോഴത്തേക്കും മിഷേലിനെ പ്രഗ്നൻ്റ് ആവുകയാണ് ജോവൻ. അത് കഴിഞ്ഞു. അതിനുശേഷമാണ് ഇവർ കല്യാണം കഴിക്കുന്നതൊക്കെ. ഗ്രാജുവേഷൻ കഴിഞ്ഞ സമയത്ത് ഇവർ കല്യാണം കഴിക്കുന്നു. എന്നിട്ട് ഇവർ ഫാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ചെറിയൊരു ഫാമിലോട്ട് അവർ താമസം മാറുകയാണ്. അങ്ങനെ അവരവിടെ വളരെ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ഒരു 2-3 വർഷം കഴിഞ്ഞ ശേഷം, കുറച്ച് നാൾ കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ ശേഷമാണ് അടുത്ത ആൾ ജനിക്കുന്നത്, ക്രിസ്റ്റി. അങ്ങനെ അതുകൂടെ ആയപ്പോഴേക്കും അവരുടെ ഫാമിലി കംപ്ലീറ്റ് ആയി. ഇപ്പം ജോവനായി, ഹാല്, അവരുടെ 2 മക്കൾ മിഷേൽ, ക്രിസ്റ്റി. സംഭവം ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഫാമിൽ നിന്ന് കിട്ടുന്ന വരുമാനം തികയാണെന്ന് തോന്നുന്നു ഇവർക്ക് ഒരു ബില്ല് പേ ചെയ്യാനായിട്ട്. അങ്ങനെ ജോവൻ ഒരു കമ്പനിയിൽ, അടുത്തുള്ള ഒരു കമ്പനിയിൽ ഫോർത്ത് ലിറ്ററായിട്ട് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. പാർട്ട് ടൈമാണ്, നൈറ്റ് ഷിഫ്റ്റ് ആണ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം ഒരു എക്സ്ട്രാ ഇൻകം ആയിട്ട് നിൽക്കും. അങ്ങനെ അവരുടെ ടോട്ടലി അവരുടെ ഫാമിലി സെറ്റപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും വളരെ ഈസി അല്ലായിരുന്നു എങ്കിലും ഒരു എന്താ പറയുക, സന്തുഷ്ട കുടുംബം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം.